നാളെ ഈശ്വർ മാൽപ്പേ സംഘം മാത്രമല്ല STRF-ഉം NDRF-ഉം അതുപോലെ തന്നെ നേവിയുടെ പ്രത്യേക സംഘവും മുങ്ങൽ വിദഗ്ധരും ഒക്കെ തന്നെ സ്ഥലത്തെത്തിച്ചേരും. നാളെ 8 മണി തൊട്ടായിരിക്കും ഇത്തരത്തിൽ ഇവിടെ ഒരു തെരച്ചിൽ ദൗത്യം ആരംഭിക്കുക. മാത്രമല്ല ആ ഒരു ദൗത്യം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായും വെയിൽ നല്ല രീതിയിൽ കിട്ടുന്ന, വെളിച്ചം നല്ല രീതിയിൽ കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ ഇപ്പോൾ തന്നെ നദിയുടെ അടിത്തട്ട് കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പങ്കുവച്ചത്. മാത്രമല്ല അടിത്തട്ടിലെ മണ്ണ് മാറ്റേണ്ട ആവശ്യമൊന്നും നിലവിലില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്തായാലും ഇനി വരുന്ന മണിക്കൂറുകളിലെ തിരച്ചിൽ ഏറെ നിർണായകമായി മാറും എന്നുള്ള കാര്യം കൂടിയാണ് നമ്മൾക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത്. കാരണം അടിത്തട്ടിലെ കാഴ്ച കൂടി ഒന്നുകൂടി കൃത്യമാവുന്ന ഒരു ക്രിസ്റ്റൽ ക്ലിയർ വിഷ്വൽ അവർക്ക് കൃത്യമായി കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സൈറ്റ് കിട്ടുന്ന സമയത്ത് ഒന്നുകൂടി കൃത്യമായി ഉള്ള രീതിയിലുള്ള രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഒരു തിരച്ചിൽ അവിടെ നടത്താൻ സാധിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ അവർ ആ ഒരു പ്രതീക്ഷ വീണ്ടും പങ്കുവെക്കുകയാണ്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയുകയാണ്, ഇത് ഏറെ നിർണായകമായ ഒരു നിമിഷമാണ്. ഇത്തരത്തിൽ വലിയ സേനയ്ക്കൊക്കെ തന്നെ, മാത്രമല്ല ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്ര വലിയ സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടും ഒരു പക്ഷേ അവർ ഇവിടെ ഈശ്വർ മാൽപ്പേ സംഘത്തിന് നദിയിലിറങ്ങി പരിശോധന നടത്താനുള്ള ഒരു അനുമതി ഏറ്റവും അവസാനം MLA-യുടെ സമ്മർദ്ദത്തെ തുടർന്നെങ്കിലും നൽകിയിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വഴിത്തിരിവ് ഈ ഒരു സംഭവത്തിൽ, ഈ ശിരൂരിലെ അപകടത്തിന് ശേഷം ഉണ്ടാവുന്ന തിരച്ചിലിൽ ഇത്തരത്തിലുള്ള ഒരു വഴിത്തിരിവ് ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ പറഞ്ഞു വെക്കേണ്ടതായുണ്ട്. എന്തായാലും ആ ഒരു വീഴ്ച കൂടി മനസ്സിലാക്കിയിട്ടായിരിക്കാം നമ്മൾക്കത് ನಾಳೆ 8 ಪುನಃ ಸ್ಟಾರ್ಟ್ ಮಾಡ್ತೇವೆ. Tomorrow 8:30 again we will start. Unnecessary, I don't want to tell him some clue and all. Again it is a problem. Let us work in front of you only. Okay? Tomorrow we can seek help from Navy and Air Force. Again I don't know. You go and you talk to Navy. Okay. Navy, what they will do here? Again and again I am telling you. See, how many days happened now? No. How many days happened now? It's almost 1 month. 1 month, If anything is come against sea, then what will be the action? We will wait for the water. ഇപ്പോഴും MLA ആയിട്ടുള്ള സെയിൽ നമ്മളോട് പറയുന്നൊരു മറുപടിയുണ്ട്. നേവി വന്നിട്ട് ഇനി എന്ത് ചെയ്യാൻ കഴിയും? ഒരു മാസത്തോളമായി നേവി ഇവിടെ ഇത്തരത്തിലുള്ള ഒരു തിരച്ചിൽ നടത്തിയിട്ട് പോലും ഒന്നും കാര്യമായി നടത്താൻ സാധിച്ചില്ല. പക്ഷേ നേരത്തെ അദ്ദേഹം പറഞ്ഞത് വെച്ചതുപോലെ തന്നെ ഈശ്വർ മാൽപ്പയെ പോലുള്ള ഇത്തരത്തിൽ ഈ പ്രദേശത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള, ഈ ടെറൈനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഒരു സംഘം ഇവിടെ എത്തി പരിശോധന നടത്തി കഴിഞ്ഞാൽ മാത്രമേ നിർണായകമായ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞ ആ ഒരു പോയിന്റിന് കൃത്യമായി അടിവരയിടപ്പെടുന്നു എന്ന് തന്നെ നമുക്ക് ഇപ്പോൾ ഈ നിമിഷം പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ നേവി വന്നിട്ട് എന്ത് കാര്യം? നിങ്ങൾ ഇവിടെ എത്രത്തോളം ദിവസമായി ഇവിടെ നിൽക്കുന്നു? 10-30 ദിവസമായിട്ട് നേവിയും അതുപോലെ തന്നെ NDRF-ഉം ഇവിടെ എത്തിയിട്ട് ജില്ലാ ഭരണകൂടത്തിന് പറഞ്ഞ നിർദ്ദേശങ്ങൾക്കനുസൃതമായി പ്രവർത്തിച്ചിട്ട് എന്ത് കിട്ടി എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം പരിഹാസ രൂപേണ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അദ്ദേഹം മുന്നോട്ടേക്ക് ഇപ്പോഴും വെക്കുന്നത് തദ്ദേശീയമായിട്ടുള്ള രീതിയിലുള്ള തയ്യാറെടുപ്പുകളും അത്തരത്തിലുള്ള തിരച്ചിലുകളും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാദേശികമായിട്ടുള്ള ഈ പ്രദേശത്തു നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെയും ഈശ്വർ മാൽപ്പേ സംഘത്തെയും അതുപോലെ തന്നെ മറ്റ് പ്രാദേശിക മുങ്ങൽ വിദഗ്ധരെയൊക്കെ തന്നെ സംഘടിപ്പിച്ച് ഇവിടെ എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ അവരെയൊക്കെ തന്നെ സംഘടിപ്പിച്ച് എത്തിക്കാൻ കഴിയുന്ന ഒരു സാധ്യതയായിരിക്കും ഇനി വരുന്ന മണിക്കൂറുകളിൽ. സെയിലടക്കമുള്ള AK അഷ്റഫ് MLA അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ MLA-മാരൊക്കെ തന്നെ സംയുക്തമായി സംസാരിക്കാൻ പോകുന്നത്.